എൻ്റെ കൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ചവരിച്ചോറ് കൊണ്ട് കൂമ്പ് കൃഷി ഉണ്ടാക്കാം, കൂമ്പ് ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കലാണ്. അത് ഈ ഇപ്പോൾ രണ്ടെണ്ണം, ഇതിപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് വിത്തായിട്ട് അത് രണ്ടെണ്ണാക്കി പകുതിയാക്കി വെച്ചു. ഇത് ഒന്നിന് ഇത് രണ്ടെണ്ണത്തിനാവുള്ളൂ. ഇതേപോലത്തെ ഒരു ബാഗ് എടുത്തു. ഈ ബാഗിന് പിന്നെ ഇങ്ങനെ ആദ്യം കെട്ടിയിട്ടു. ഇതെടുത്ത് വെട്ടിട്ടിട്ട് കെട്ടി ഇതിനി അടിമറിച്ചിട്ട് പിന്നെ ഇത് നടക്കുക. ഒരു 2 ഇഞ്ച് കനത്തിൽ പിന്നെ നടക്കുക. ഇത് ആദ്യം അടിയിൽ ഒരു കൂടി വിത്തെടുത്തിട്ട് ഇടണം. ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാനിത് ചവരിച്ചോറുണ്ട്, ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഇത് കുറേ പ്രാവശ്യമൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആദ്യമായിട്ടാണ് ചവരിച്ചോറുകൊണ്ട് ചെയ്യുന്നത്. മറ്റേ പിന്നെ ബാക്കി പുല്ലിൻ്റെ അപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വിജയിക്കുകയും ചെയ്തിന്. ഇത് പിന്നെ ആദ്യമായിട്ടാണ് ചവരിച്ചോറിൽ ചെയ്യുന്നത്. ഇത് ആദ്യം അടിയിൽ ഒരു ലേശം ഇട്ടു, ഒരു പുലി വാരി അടിയിലിട്ടു. അതിൻ്റെ മേലെ ഇനി ചകിരിച്ചോറ് വാരിയാണ് നടക്കട്ടെ. ഇത് 2 ഇഞ്ച് കനത്തിലാണ് ഇടേണ്ടത്. ഇത് 2 ഇഞ്ച് കനത്തിൽ വാരി ഇടണം. ഇത് ഇങ്ങനെ നിറച്ചിട്ടാകുമ്പോൾ അതിൻ്റെ അരുവിലേക്കൂടി ഓരോ കൂടി വാരിയിട്ട് നിറക്കുക. ഇത് ഒരു കൂടി വാരിയിട്ട് ഇങ്ങനെ വാരിയിട്ട് ഇങ്ങനെ അരുവിലേക്കൂടി ഇടാറും. നടുക്കാവാൻ പാടില്ല. ഇതിങ്ങനെ ഇട്ടു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഇത് നടക്കുക. ഇത് ചൂടുവെള്ളത്തിലാണ് കുഴച്ചിട്ട്, ഇതിങ്ങനെ ചൂടുവെള്ളത്തിൽ തച്ച് പൊടിച്ചിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടാണ് വെച്ചതാണ്. കുഴച്ച് വെച്ച് ചൂട് തണിഞ്ഞ ശേഷമാണ് ഞാനിപ്പോൾ ഇത് വാരിയിട്ട് ഇങ്ങനെ നടക്കാൻ പോകുന്നത്. ഞാൻ ഇത് ചകിരിച്ചോറിൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അത് വിജയിക്കുമല്ലോന്നും എനിക്ക് ശരിക്കും പറയാൻ കഴിയില്ല. ഞാൻ നോക്കി നോക്കുന്നതാണ്. പുല്ലിൻ്റെ അകത്ത് ഞാൻ ചെയ്തിട്ടായിരുന്നു. പുല്ലിൻ്റെ അകത്ത് നട്ടിട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ ഞാനത് മതിയാക്കിയതാണ്. ഇത് നോക്കി നോക്കാം, ഇതിൻ്റെ കാര്യം നോക്കട്ടെ. രണ്ടാമത്തേതായത് ഒരു പിടിയും കൂടി വാരിയിട്ടേ. ഒരു പിടി വാരി ഇത് അരുവിലേക്കൂടി ഇങ്ങനെ ഇട്ടിട്ട് ചുറ്റും കൊണ്ടുവരണം. ഇതുപോലെ ഇട്ട് കൊടുക്കുക. നടുക്കാവരുത്. ഇത് ആദ്യം ഇത് കൂടി നടക്കുക. ഇത് സഞ്ചി ചെറുതായിപ്പോയി. വലിയ സഞ്ചിയാണെങ്കിൽ ഒരു 5 എണ്ണം വെക്കായിരുന്നു. ഇത് ഇങ്ങനെ നിറച്ച് ഇതിങ്ങനെ അമർക്കുക. അതിന് ശേഷം ആദ്യം ഒരു പൊടിയും കൂടി വാരിയിടുക. ഇങ്ങനെ ഇട്ടിട്ടാകുമ്പോൾ ഇത് ഇട്ടു. ഇനി ഒന്നും കൂടി വാരിയിട്ടേ. ഇപ്പം 3 എണ്ണമായി. ഇത് 4ാമത്തെയാണ്. 4 ഇടാനാവില്ല, 4 ആക്കാനാവില്ല. ഇത് 4ാമത്തേതാണ്. ഇത് ഇങ്ങനെ നല്ലോണം അമർന്നിട്ട് പിന്നെ പുട്ടുപൊടീൻ്റെ മാതിരി കുഴക്കുകയെ വേണ്ടു. കൂടുതൽ വെള്ളപ്പറ്റ് ഉണ്ടാവാൻ പാടില്ല. വെള്ളപ്പറ്റ് അധികം ഉണ്ടായാൽ ഇത് പിന്നെ പൊടിക്കൂല. പിന്നെ വെള്ളപ്പറ്റ് അധികമായി പോയാൽ പിന്നെ അത് കെട്ടുപോകും. ഇത് തറോട് കുറഞ്ഞു കൂടി വാരിയിട്ട് തന്നെ ഇട്ട ബാക്കി. ഇത് ശേഷം ഇനി ഇതിൻ്റെ മേലെ ഇത് ബാക്കിയുള്ളത് അതിൻ്റെ മേലെ ഇടാം. ഇതിങ്ങനെ വാരിയിട്ടിട്ട് കെട്ടിയിട്ടട വെക്കണം. ഇതാണ് ചകിരിച്ചോറിലാക്കുന്നതായത്. ഞാനിത് ആദ്യമായിട്ട് ആക്കുന്നതാണ്. നമുക്ക് നോക്കി നോക്കാം എന്തുണ്ടെന്ന്. ഞാൻ എല്ലാ കാര്യവും ഇപ്പം പച്ചക്കറി ആയാലും എന്തെന്നായാലും ഇപ്പം ചകിരിച്ചോറ് തന്നെയാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇതും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. രീതിയിലുണ്ടായിരിക്കും.
നല്ലപോലെ അമർത്തിട്ട് കെട്ടണം. നല്ലപോലെ അമർക്കുക, എന്നിട്ട് കെട്ടിയിട്ട് അവിടെ വെക്കുക. കൂൺ കൃഷി നല്ലൊരു ആദായകരമായ കൃഷി തന്നെയാണ്. പക്ഷേങ്കിൽ ഇത് ചെയ്യാനും എല്ലാവരും നമ്മൾ ആരോഗ്യം സമ്മതിക്കാതെ കൊണ്ടാണ് ഞാൻ ഇതിനൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അത് നമുക്ക് കൊടുക്കാൻ പറ്റണ്ടേ. വിൽപ്പനക്ക് കൊണ്ടുപോകാൻ എനിക്ക് പറ്റൂല, എനിക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും എനക്കേടാത്. പിന്നെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ഇത് ചെയ്യുന്നത്. ഇത് ഒരു കൃഷി ഒന്ന് നമുക്ക് നമ്മളെ ആവശ്യത്തിന് എടുക്കാമല്ലോ. ഒന്നുമില്ലെങ്കിൽ വിൽപ്പനക്ക് ഇല്ലെങ്കിലും അത്യാവശ്യം എല്ലാം ചെയ്തു നോക്കാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നത്. ഇത് കൂൺ കൃഷീൻ്റെ ഇതൊന്ന് നോക്കുന്നത്. പറ്റിയെങ്കിൽ നമുക്ക് നടാനും, പക്ഷേ കൊണ്ടു കൊടുക്കാൻ എന്നെ കൊണ്ട് ആവില്ല. നമ്മളിപ്പം വിൽപ്പനക്ക് ആക്കാമെന്ന് വെച്ചാൽ ഇതാരെ കൊണ്ടു കൊടുക്കാൻ എനിക്ക് ആളില്ല, ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അതാണ് എനിക്ക് ഇതിനൊന്നും കൃഷി വാണിജ്യപരമായിട്ട് ചെയ്യാൻ പറ്റാത്തത്. അതാണ്. മറ്റ് ഞാൻ വാണിജ്യപരമായിട്ട് തന്നെ ചെയ്യാനാകുമായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പം പറ്റൂല, ഇനി എനിക്ക് സാധിക്കില്ല. അത് ഇതാണ് ഇതാണ് ലെയർ. എന്താ 4 1 2 3 4 5 5 ഇനി ഒന്നും കൂടി ആക്കട്ടെ. ഇതും കൂടി ആക്കണേ. ഇതിങ്ങനെ കെട്ടി വെച്ചു, അടി കെട്ടുക. കെട്ടിയതിന് ശേഷം ഇങ്ങനെ അടി മടിക്കുക. ഇനി പീനെന്ന വേണ്ടെങ്കിൽ ഇങ്ങനെ സൂചി കൊണ്ട് ഇങ്ങനെ അടുത്ത് കുത്തുക. കുറേ ഹോൾസ് കൊടുക്കുക. ഇത് ഹോൾസ് കൊടുത്തിട്ടാകുമ്പോൾ ഇതിങ്ങനെ ഹോൾസ് കൊടുക്കുക ചെയ്യാതെ കീറൊന്നും വേണ്ട. ഇത് ഇങ്ങനെ ഹോൾസ് ഒരുപോലെ കൊടുക്കുക. ഇത് എന്നുവെച്ചാൽ വായുസഞ്ചാരം കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾസ് കൊടുക്കുന്നത്. അത് കൊടുത്താലേ വായുസഞ്ചാരം, അല്ലെങ്കിൽ ഇത് വായു കടക്കില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഇതിപ്പോൾ കെട്ടി ആയിട്ടാകുമ്പോൾ ഇത് നമ്മൾ ഒരു ദിക്കിൽ അകത്ത് ഒരു ദിക്കിൽ കൊണ്ടപ്പോയി വിടും. ഒരു ആഴ്ച കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിന് ഒരു 10 കീറിലിട്ട് കൊടുത്ത് ഇങ്ങനെ കുറുകനെ കീറിലിട്ട് കൊടുക്കുക. ഈ കൂൺ വരേണ്ട സ്ഥലത്ത് നമ്മളിങ്ങനെ കീറിൽ കൊടുക്കുക. ആ കീറിൽ കൊടുത്ത് ആ കീറിലെ കൂടിയാണ് കൂൺ വരിക. പിന്നെ അത് എടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ ആദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്തിട്ടാകുമ്പോൾ രണ്ടാമതും അതേപോലെ തന്നെ ആവും. പിന്നെ ഇതിനകത്ത് വരും. അന്നേരം ആദ്യം ഒരു 10 കീറിലിട്ട് കൊടുക്കാം അതിൻ്റെ ഇപ്പുറത്തെ കൂടി. എന്നാൽ അതിലെ കൂടി അങ്ങ് കൂൺ വരും. അതിനാണ് ഈ പണി എടുക്കുന്നത്. ഇതിപ്പോൾ കുത്തു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ പിന്നിട്ടിട്ട് കുത്തുമായിരുന്നു. പിന്നിട്ട് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ ഇത് കയറുമല്ലോ, കാറ്റ് കയറുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. കാറ്റ് കിടക്കാഞ്ഞാൽ ഇതിനകത്ത് ഇത് ഏറെ കയറിക്കൂലേ, അതിനാണ്. ഇതിന് വെക്കാം. ഇനി ഒന്നും കൂടി ഉണ്ട്. ഞാൻ അതും കൂടി വാരി നടക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഇതും കൂടി ഉണ്ട്.